തോറിന്റെ ഹാമർ ആയിട്ടുള്ള മിയോൾനിർ ഉപയോഗിച്ചിട്ടുള്ളവർക്കെല്ലാം പണി കൊടുക്കുന്ന ഒരു മാൻഡ്രേക്ക് പ്രതിമയാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. ആദ്യം തന്നെ തോറിന്റെ ഡാഡി ആയിട്ടുള്ള ഓഡിൻ മിയോൾനിർ ഉപയോഗിച്ച് തോറിന്റെ പവർ കളഞ്ഞ് ഭൂമിയിലേക്ക് എങ്ങനെയാണ് വിട്ടത്, അതുപോലെ ലോക്കി ഓഡിന്റെ മെമ്മറി കളഞ്ഞ് ഭൂമിയിലേക്ക് വിട്ട് പിന്നീട് വാൽഹാലയിലേക്ക് പോയി. ഇതേ മൂവിയിൽ തോറിന്റെ മിയോൾനിർ തടഞ്ഞ ഹെലയ്ക്ക് സംഭവിച്ചതോ ആസ്ഗാർഡിനോടൊപ്പം തന്നെ സർട്ടർ പൊടി പോലും ഇല്ലാതാക്കി കളഞ്ഞ്. ഏജ് ഓഫ് അൾട്രോണിൽ മാസ് കാണിച്ച് തോറിന്റെ മിയോൾനിർ പൊക്കിയ വിഷനാണെങ്കിലോ ഒന്നല്ല 2 തവണയാണ് ഇൻഫിനിറ്റി വാറിൽ തൊലഞ്ഞത്. ആദ്യം വാണ്ടെ ഒന്ന് കൊന്നു, പിന്നീട് ചത്തവനെ വീട് തിരിച്ചു കൊണ്ടുവന്നു താനോസ് നെറ്റി പറിച്ച് പപ്പടമാക്കി. അത് കഴിഞ്ഞ് ക്യാൻസറിനുള്ള മരുന്ന് നേടി പീസ് ആയിട്ടുള്ള മിയോൾനിർ പൊക്കിയ ലേഡി തോർ ആണെങ്കിലോ ഇതിന്റെ സൈഡ് എഫക്ട് മൂലം ഉള്ള ക്യാൻസർ ഇരട്ടിയായി വാൽഹാലയിലേക്ക് ട്രിപ്പ് പോയി. എൻഡ് ഗെയിമിൽ താനും വൃത്തിയാണ് തെളിയിച്ചുകൊണ്ട് മിയോൾനിർ എടുത്തുയർത്തിയ ക്യാപ്റ്റൻ അമേരിക്ക മൂവിയുടെ അവസാനം തന്റെ എന്റെ ജീവിതവും ബെഗിയോടൊപ്പം ജീവിച്ചു തീർത്ത് കിളവനായി റിട്ടേണും ചെയ്തു. ഇനി മിയോൾനിർ ഇത്രയും കാലം ഉപയോഗിച്ച തോറിന്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. തന്റെ അച്ഛൻ, അമ്മ, ബ്രദർ, ബെസ്റ്റ് ഫ്രണ്ട്, തന്റെ ലവർ, രാജ്യം, അതിലുള്ള ജനങ്ങൾ, ഇങ്ങനെയുള്ളതെല്ലാം നശിച്ചു. ആകപ്പാട് ഇപ്പോൾ ഒരു സമാധാനം എന്നുള്ളത് മകളായി തനിക്ക് കിട്ടിയിട്ടുള്ള ലവ് മാത്രമാണ്. അടുത്തൊരു മൂവിയിൽ അതിനെ കൂടി കാര്യം തീരുമാനമായി കഴിഞ്ഞാൽ എല്ലാം പൂർത്തിയായി. ഇതുകൊണ്ട് തന്നെയാണ് മിയോൾനിർ ഒരു മാൻഡ്രേക്ക് ആണെന്ന് ഞാൻ പറഞ്ഞത്.